രണ്ട് പ്രതിഫലമാണ്. ചെറുപ്പക്കാരെ കൈവെള്ളയിൽ വാങ്ങിക്കണം. എന്താ പറയുക? നല്ല കാര്യം ആര് ചെയ്യുന്നുവോ? എത്ര ആളുകളാ? 6000 രൂപ തന്ന ആളുകൾ എത്രയാ? പ്രയാസങ്ങൾ എത്രയാ? പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ ഉസ്താദേ, ജീവിതത്തിൽ സമാധാനമില്ല. അള്ള പറയുകയാണ്, വമൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഉൻസാ. ഏത് ആണാണോ പെണ്ണാണോ സൽക്കർമ്മം ചെയ്ത് ഭൂലോകത്ത് ജീവിക്കുക, ആൾക്ക് ഞാൻ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ഈ ദുനിയാവിലെ സമാധാനത്തോടെയുള്ള ഐശ്വര്യത്തോടെയുള്ള ജീവിതം അവൻ തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ള പറയുക, സൽക്കർമ്മം ചെയ്താലുള്ള ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. നല്ല സമാധാനത്തോടെയുള്ള ജീവിതം അള്ള തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ജീവിതം തരുമെന്ന് പറഞ്ഞാൽ 2 നില വീട് തരുമെന്നല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നി യുഹിബ്ബുൽ അറബ ലിസലാസിൻ. 3 കാര്യങ്ങൾക്ക് വേണ്ടി അറബി ഭാഷ ഞാൻ സ്നേഹിക്കുകയാണ്. അനഅറബിയൻ, ഞാൻ അറബിയാണ്. അനഅറബിയൻ, ഞാൻ അറബിയാണ്. എന്റെ സംസാര ഭാഷ അറബിയാണ്. വലിസാനുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, നാളെ സ്വർഗ്ഗത്തിലെ ഭാഷ അറബിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിന്റെ ഭാഷ, ഖുർആന്റെ ഭാഷ, സ്വർഗത്തിലെ ഭാഷ. സ്വർഗത്തിൽ പോയി അറബി സംസാരിക്കണ്ടേ? ഹൂർലിങ്ങളെ വിളിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് അവസാനം സ്വർഗം പറയും. ശ്രദ്ധിച്ചിരിക്കും. ഹൂർലിങ്ങളൊക്കെ പറയും. ഞാൻ ചാവക്കാട് അകലാട് പ്രസംഗം പറഞ്ഞു. മണ്ണറ മുതൽ മണിയറ വരെ ചെറുപ്പക്കാരങ്ങ് തള്ളിക്കേറി. എന്തോ കബീർ ഉസ്താദ് ഇന്ന് മണിയറ പറയൂ. മണിയറ ഇൻഷാ അല്ലാഹ് പറയാം. സ്വർഗം ഞാൻ പറയാം. ഹൂർലിങ്ങളൊക്കെ പറഞ്ഞു തരാം. പക്ഷെ അവിടം വരെ സബറോടെ കേൾക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ആ അറബി ഭാഷ പഠിക്കാനൊന്ന് അസ്മ ചെയ്യണം. എത്രയോ ദർസുകളുണ്ട് ഇവിടെ. അങ്ങോട്ട് മഗ്രിബ് കഴിഞ്ഞപ്പോൾ കുട്ടികൾ മദ്രസയിൽ വരും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. എത്രയോ സൗകര്യമുണ്ട്. പള്ളിയിൽ ഇമാമുണ്ട്, മുദരിസ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? അവരൊക്കെ അടുക്കൽ പോയിട്ട് പഠിക്കും. കിട്ടുന്ന സമയം മതി. ഒരു 9 മണിയാകുമ്പോൾ എല്ലാ ജോലി അവസാനിക്കുമല്ലോ. 1 മണി 10 മണിക്ക് കിടന്നാൽ മതി. ആ 1 മണിക്കൂർ ഒരു ദിവസം, ആഴ്ച ഒരു ദിവസം പള്ളിയിലെ മുദരിസിന്റെ അടുക്കൽ പോയി, ഒരു ഉസ്താദ് എനിക്ക് ഖുർആൻ ഓതാൻ പഠിക്കണം. ഇതൊരു വലിയ ആഗ്രഹമല്ല. ഖുർആൻ ഓതാൻ പഠിക്കും. കഴിയും സഹോദരങ്ങളെ. പക്ഷെ വേണോന്ന് വിചാരിച്ചാൽ മതി. ആരാ ഉള്ളത്? ഏതായാലും ഉസ്താദന്മാർ ആ സമയത്ത് ജോലി ഒഴിവായിരിക്കും. ഇശാ വരെയുള്ളവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് അവർ നിങ്ങൾക്കൊരു പാരയിരിക്കട്ടും. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് നിയ്യത്ത് ചെയ്യൻ. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അങ്ങനെ പഠിക്കാൻ കഴിയും ഉസ്താദന്മാരുടെ അടുക്കൽ പോയി. ഏതായാലും ആ പാവങ്ങൾ ജോലി ചെയ്തിട്ട് ഏതായാലും 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി തരും. അവര് ജോലി ചെയ്യണ ശമ്പളം നോക്കിയിട്ടല്ലല്ലോ. ശമ്പളം നോക്കിയിട്ട് ജോലി ചെയ്താൽ പള്ളിയിലെ ഇമാമിന്റെ ശമ്പളം ഒന്നിനും തികയില്ല. പള്ളിയിലെ ഇമാമിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം മാതിരിയാ. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ലാ യസീദു വലാ യൻഖുസു, കൂടൂല്ല കുറയൂല്ല. അക്കാര്യത്തിൽ സമുദായം ഒന്ന് നന്നായിട്ട് ശ്രദ്ധയിലിരിക്കണം. എല്ലാം നമ്മൾ പറയാറുണ്ട്. ഞാനൊരു പള്ളിയിലെ മുക്രിക്കാരോട് ചോദിച്ചു, എത്ര ശമ്പളം? 1000 രൂപ ഒരു മാസം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനുഷ്യൻ ജീവിതം കഴിയുക? എത്ര പള്ളി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജോലി ഏതാ? ബാങ്ക് വിളി ആണല്ലോ. നാളെ പരലോകത്ത് എല്ലാവരും തല കുനിച്ചു നിൽക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ തല എഴുന്നേറ്റ് നിൽക്കുന്ന, തല പൊന്തിച്ചു നിൽക്കുന്ന 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് പതിവായി തഹജ്ജുദ് നിസ്കരിച്ചവർ. 2 അൽ മുഅദ്ദിനൂന അത്വലൻ നാസി അഗ്നാക യൗമൽ ഖിയാമ. നാളെ പരലോകത്തെ സർവരും അള്ളാന്റെ മുമ്പിൽ പേടിച്ച് തല കുനിച്ചു നിൽക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരോട് അള്ള പറയും, നിങ്ങൾ തല പൊന്തിച്ചിട്ട് ബാങ്ക് വിളിച്ചവരല്ലേ, നിങ്ങൾ തല പൊന്തിച്ച് നിന്നോളാൻ പറയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിന് ജിഹാദ് ചെയ്യാൻ പടപ്പറമ്പിൽ എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ലൗഅദ്ദിനു ബി മസ്ജിദി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. ഏറ്റവും ഉയർന്ന ജോലിയാ മുഅദ്ദിൻ ജോലി. നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴ്ന്ന ശമ്പളം മദീനാണ് തന്നെ.
ഏറ്റവും ഉയർന്ന ജോലിക്ക് ഏറ്റവും താഴ്ന്ന ശമ്പളം. അവരുടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എത്ര ഉസ്താദ് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. സമുദായം ചിന്തിക്കണ കാര്യത്തിൽ അള്ളാഹു നല്ല ബോധം നൽകട്ടെ. പാവപ്പെട്ടവർ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കൂല. അവരുടെ ശമ്പളമൊക്കെയാണ് വല്ലതൊന്ന് അന്വേഷിച്ചിട്ട് ഉസ്താദെ വീട്ടിൽ ചിലപ്പോൾ അഭിമാനം കൊണ്ട് അവരാരും പറയൂല. ഞാൻ മുതൽ ഈ വെള്ള വസ്ത്രം തന്നെ ഉണ്ടാവും, നല്ല തലപ്പാവുണ്ടാവും, അഭിമാനം കൊണ്ട് ചിലപ്പോൾ പറയൂല. പക്ഷേ ആ മഹല്ലുകാരുടെ ബാധ്യതയാണ് അവരടുക്കൽ പോയിട്ട് ഉസ്താദെ പെരുന്നാളിന് എന്താ അവസ്ഥ, വീട്ടിലെ പെമ്മക്കടെ അവസ്ഥ എന്താ, ഒന്ന് അന്വേഷിക്കൽ. ഞാൻ വല്ലപ്പുഴയിൽ പോയി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വല്ലപ്പുഴ സലാഹുദ്ദീൻ വൈസിയുടെ നാട്ടിൽ, അദ്ദേഹം മഹല്ലിലെ സെക്രട്ടറിയാണ്. ഒറ്റ ദിവസത്തെ വാങ്ങു വെച്ചു, ഞാൻ ഡേറ്റ് കൊടുത്തു. അവിടെ ഏതാണ്ട് 50,000-ലധികം ആളുകൾ കൂടി. 4 സ്കൂളിന്റെ ഗ്രൗണ്ട് തികഞ്ഞില്ല. സംഘാടകർക്ക് പ്രത്യേകിച്ച് പിരിവൊന്നുമില്ല. പക്ഷേ കമ്മിറ്റി, ഞാൻ ആള് വന്നപ്പോ എന്നോട് സദസ്സിൽ വെച്ച് പറഞ്ഞു, ഉസ്താദെ 19 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മോദീനുണ്ട് ഇവിടെ, മോദി സാഹിബ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല, എന്തെങ്കിലും കിട്ടിയാ നമുക്ക് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കും. സഹോദരങ്ങളെ, ബക്കറ്റ് പിരിവ് മാത്രം 3,90,000 റുപ്യ കിട്ടി. ഏതാണ്ട് 10 ലക്ഷം രൂപ സദസ്സിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിന് ഒരു വീടായി. അതാ മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് തോന്നിയ സലാഹുദ്ദീൻ വൈസി, അതിന്റെ പ്രസിഡന്റ്, അവർ ആ മഹല്ല് കമ്മിറ്റിക്ക് തോന്നിയ ഒരു ഔദാര്യം, ഒറ്റ ദിവസം വയത് പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം അന്നത്തെ ദിവസം കൊണ്ടുണ്ടായി. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കും. ഈ വല്ലപ്പുഴ സെന്ററിൽ അവരന്ന് തീരുമാനിച്ചു ആ മനുഷ്യന്റെ ആഗ്രഹം അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ അറബി ഭാഷ പഠിക്കുക. എൻ മകനേതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിനി ഓർമ്മ വേണം, നിന്നുടെ ഭാഷതാ നിന്തറവാട്ടമ്മ അന്യാം ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. നമ്മുടെ ഭാഷ, ആ ഭാഷ പഠിച്ച് അന്തസ്സുണ്ടാവണം. അള്ളാഹു കബൂലാക്കട്ടെ. ആ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ ഓതണം. ഞാൻ പറഞ്ഞത് ഖുർആന്റെ ശൈലി പറഞ്ഞപ്പോ പറഞ്ഞു, ഇത് അറബി ഭാഷ എന്തറിയാം. നിക്കാഹിന് വന്നിരുന്ന സൗവ്വജിത്തുക്ക എന്ന് പറയാൻ അവനെ മര്യാദയ്ക്ക് അറിഞ്ഞൂടെ. പെണ്ണിന്റെ വാപ്പാട് പറയും പങ്കത്തുക്ക അഞ്ചേത്തക്ക പൈന്നന പിന്നെങ്ങനെ അത് പറയാ അറിഞ്ഞൂടാ. അമ്മായിയപ്പനെ വലിയ പുതിയാപ്പിളോട് കാത് പറയും, പറയടാ കബിൽത്തു ഡബിൾ ടു. ആകെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോലും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയുകയാണ്, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, നിങ്ങൾക്ക് ഞാൻ നല്ല കാര്യമാണ് ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ അത് സ്വർഗത്തിന്റെ 2ാമത്തെ നിബന്ധനയാണെങ്കിൽ ആ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല ജീവിതം കിട്ടുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അത് 2 നില മാളികയല്ല, അത് സുന്ദരിയായ ഭാര്യയല്ല, സഹോദരങ്ങളെ ചോർന്നൊരിക്കുന്ന ചെറ്റപ്പുരയാണെങ്കിലും ആ ചെറ്റപ്പുരയുടെ താഴെ ഒരു തലപ്പായ വിരിച്ചു കിടക്കുമ്പോ അന്ന് ഒരു ദിവസമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എന്നാലും അന്ന് വൈകുന്നേരം വിശന്നൊട്ടുകയാണ്. ആ സമയത്ത് വിശന്നൊട്ടുകയാണെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് അൽഹംദുലില്ലാഹ് ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഇന്ന് കഴിച്ചുള്ളൂ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ല. എന്നാലും 5 വക്കത്തിന്ന് കവായിട്ടായില്ലല്ലോ, നിസ്കരിച്ചിട്ടാണല്ലോ കിടക്കുന്നത്. ആരോഗ്യമെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയല്ലോ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവുമാവുക. അതാണ് സമാധാന ജീവിതം. അല്ലാതെ പണം കുറെ കിട്ടലല്ല. ഉസ്താദെ ഞങ്ങൾ നല്ല ചെയ്യണം, പക്ഷെ ഇപ്പോഴും ദുഃഖമാണെന്ന് പറഞ്ഞാൽ ഈ സമാധാന ജീവിതം എന്താ? സമാധാന ജീവിതം എന്താ? നല്ല ഭാര്യ നല്ല ഭർത്താവ്, അത് ഇൻഷാ അല്ലാഹ് 19-20 മാത്തൂര് വരി ഇൻഷാ അല്ലാഹ് അതൊരു ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ആ വിഷയം തന്നെ അവരെ തിരുനബിയുടെ കുടുംബം. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും എത്തൂല്ലേ മാത്തൂര്? ഇൻഷാ അല്ലാഹ്. ഞാൻ മലപ്പുറം ജില്ലയുടെ ആവശ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതൊന്ന് പറയണമെന്നൊരാഗ്രഹം. അള്ളാഹു അത് തരട്ടെ. ജീവിതത്തിൽ ദുഃഖമുണ്ടായാലും ഭാര്യയും ഭർത്താവും എന്ത് പറയണം? ഇവിടെ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്, പട്ടിണിയല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും അള്ളാഹിനുള്ള കടപ്പാട് നമ്മൾ നിറച്ചിട്ടുണ്ടോ? ആദരവായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം സദസ്സിലിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന് സുന്നത്ത് നോമ്പാണ്. വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല. അള്ളാഹ് റസൂലിന്റെ ഭാര്യ അലി റളിയല്ലാഹുവിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനോട്, അലി സഹോദരിമാരെ ഇങ്ങോട്ട് കേക്ക് ഒരൊറ്റ ഇരുപ്പ. പിന്നെ ഈ ദുനിയാവിൽ നിസ്കാരമുണ്ട്. അതിന്റെ ഇടയിൽ 10 മിനിറ്റ് പരസ്യം കിട്ടുമ്പോ അല്ലാഹു അക്ബർ.
അലി റളിയല്ലാഹു പറഞ്ഞു, ഫാത്തിമ നിന്റെ പോയിട്ട് വാപ്പായോട് പറയാം, ഒരാടിനെ നമുക്കിതാ, ഞങ്ങൾ ഒരു നേരം നോമ്പിന് കഴിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു അലി റളിയല്ലാഹു. പ്രിയപ്പെട്ട ഭാര്യ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ. ആ ജീവിതം വല്ലാത്ത ജീവിതം. അതാണ് ഇൻഷാ അല്ലാഹ് മാത്തൂര് പറയുന്നത്. രണ്ടാമത്തെ ദിവസം റസൂലും ഫാത്തിമയും. ഇത് നല്ല വിഷയമാണ്, റസൂലും ഫാത്തിമയും. ഇൻഷാ അല്ലാഹ് ഡൽഹി ബലാത്സംഗത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ ഫാത്തിമ വീണ്ടും പെഷവാറിലെ ചെരുപ്പ് കുത്തിക്കും, ലക്നൌവിലെ അടിച്ചു തളിക്കാർക്കും, കോയമ്പത്തൂരിലെ തുന്നലുകാരിക്കും ഒരേപോലെ പ്രിയങ്കരിയായ ഫാത്തിമ റളിയല്ലാഹു. ഈ ലോകത്തിന്റെ മുമ്പിൽ ഫാത്തിമ ഏറ്റവും വലിയ ഒരു സമകാലീന സമസ്യകളുടെ പൂരണമാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറയാം. ഇതിനൊരു കാര്യവും കൂടി. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുക. ഫാത്തിമ ബീവി വന്നിട്ട് അള്ളാന്റെ റസൂലിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നു. അള്ളാന്റെ റസൂൽ വെച്ച്, എന്താ ഫാത്തിമ? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാപ്പാ ഈ ദിക്ർ പറഞ്ഞാലും മനുഷ്യർക്ക് വിശപ്പ് മാറൂല, മലക്കുകൾക്കേ മാറുള്ളൂ. മനുഷ്യന് മാറണമെങ്കിൽ ഭക്ഷണം തന്നെ കഴിക്കണം കേട്ടോ വാപ്പാ. എന്താ പറഞ്ഞ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വാപ്പാടെ ചുറ്റും മോളിങ്ങനെ ചുറ്റിക്കറങ്ങി ഇടുന്നു. നമ്മുടെ പെമ്മക്കൾ എന്ന് പറഞ്ഞാല് വാപ്പായുടെ ഒരു കാര്യം അവർ പെട്ടെന്ന് വന്ന് പറയൂ. ഏറ്റവും കൂടുതൽ സ്നേഹം പെമ്മക്കാണ് വാപ്പായോട്. അള്ളാഹു നമുക്ക് സാലിഹത്തായ പെമ്മക്കളെ തരട്ടെ. ഒന്നാമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സാലിഹത്തായ പെമ്മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ആമീൻ പറയും. എനിക്ക് 2 ആമക്കളാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. അള്ളാഹു സാലിഹത്തായ പെമ്മക്കളെ തരട്ടെ. പെമ്മക്കൾ അങ്ങനെയാ. വാപ്പാടെ അടുക്കൽ വരും, വാപ്പാ സിറ്റൗട്ടി ഇരിക്കായിരിക്കും. രാവിലെ കോളേജിൽ പോകുന്നിടത്തും പെമ്മക്കൾ വന്നിട്ട് പയ്യെ ഇങ്ങനെ കറങ്ങി കിടക്കും. എന്താ മോളെ? അതേ വാപ്പ, പിന്നെ എന്ത്? എന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരിക്ക് അവളുടെ വാപ്പ ഗൾഫിൽ നിന്നൊരു ചെറിയ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ലാപ്ടോപ്പേ എനിക്ക്. അതിന്റെ അർത്ഥം എന്താ? അവക്ക് കൊടുത്തു, എനിക്കും വേണം. വാപ്പാട് നേരിട്ട് കാര്യം പറയില്ല പെമ്മക്കളാണെങ്കിൽ. പക്ഷെ ആമക്കൾ അങ്ങനെയല്ല. ആമക്കൾ എന്ത് പറയും? ആമക്കള് രാവിലെ ഒരു പാന്റ്, ആ പാന്റ് തന്നെ ഇറുക്കി പിടിച്ചാണ്ട് കിടക്കണം. എനിക്ക് പലപ്പോഴും തോന്നാണ്ട് ഈ പണ്ടാരം അങ്ങനെ കയറ്റി ഇടങ്ങണത്. ഈ PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറ്റണ മാതിരി. ഇത് നമ്മൾ ചൂടാക്കാതെ ഇമാതിരി സാധനം കയറൂല. എന്തൊരു കോപ്രായത്തരവായത്! ആ സാധനം ഇങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് ഒരു ബെൽറ്റും ഒക്കെ കെട്ടി ടീഷർട്ടൊക്കെ ഇട്ട് അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വാപ്പ അവിടെ ഇരിക്കുകയായിരിക്കും. എടേ പരമേശ്വരടേ, എന്ത് മോനെ റീചാർജ് 20 രൂപ എനിക്ക് തീർന്നറിഞ്ഞില്ല ഇതുവരെ. ഒന്നുകിൽ ചാർജ് അവിടെ വിളിച്ച് പറ, അല്ലെങ്കിൽ പൈസ ഇങ്ങോട്ട് താ. പറഞ്ഞില്ലെങ്കിൽ എന്നാ വേണ്ട, നമുക്ക് കാണാം. തീർന്നു. ആമക്കളുടെ കാര്യം തീർന്നു. പെമ്മക്കൾ അങ്ങനെയല്ല. പെമ്മക്കൾ അങ്ങനെയല്ല. പെമ്മക്കൾ വന്ന് വട്ടം കറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സാലിഹത്തായ മക്കളെ തരട്ടെ. ഗർഭിണികളായ ഭാര്യമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആ മക്കളെ സാലിഹീങ്ങളായ മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ ഒന്നും തൽക്കാലം പറയണ്ട, മനസ്സിൽ വിചാരിച്ചാൽ. ഫാത്തിമ ബീവി ഇങ്ങനെ പറയാൻ കാര്യം എന്താ? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വാപ്പ കിണറിങ്ങനെ തൊട്ടി വലിച്ചിട്ട് കൈയൊക്കെ പൊട്ടി, മാവ് കുഴച്ചിട്ട് കൈയൊക്കെ പൊട്ടി, ഞരമ്പിന് രക്തം വന്നപ്പോ വാപ്പാടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പ എന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരു സെർവന്റിനെ ഒന്ന് തരണം, ഒരു അടിമയെ എനിക്ക് വിട്ടു തന്ന വീട്ടുജോലിയുടെ കഷ്ടപ്പാട് മാറും. റസൂലുള്ള മോളോട് പറഞ്ഞു, മോളെ വലിയ കഷ്ടപ്പാടാണോ നിനക്ക് വീട്ടിൽ? അതെ വാപ്പ. എന്നാൽ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കഷ്ടപ്പാട് മാറാൻ നിനക്ക് ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. നീ കിടക്കുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞു, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞു, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറഞ്ഞു, എന്നിട്ട് കിടന്നുറങ്ങിക്കും. അതാണ് തസ്ബീഹ് ഫാത്തിമ എന്ന് നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞെന്താ, വാപ്പ ഇനിയും എന്റെ ഭർത്താവിന് വിശക്കുന്നുണ്ട്, ഞാൻ ആടിന് മേടിക്കാൻ വന്നതാണ്, ഇന്നും ചുമ്മാ ദിക്ർ പറഞ്ഞിട്ട് വിടരുത്. അതുകൊണ്ടാ അള്ളാന്റെ റസൂലിന്റെ മോളുടെയും ജീവിതം എന്താ. അങ്ങനെ ഒരു നല്ല മോളെ അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് വാപ്പ ദിക്ർ ചൊല്ലിയ മലക്കൊക്കെ വിശപ്പ് മാറൂ? മനുഷ്യന് മാറുവോ? ഇല്ല. അപ്പൊ ഉസ്താദെ ശമ്പളം ബറക്കത്തുള്ളാന്ന് പറഞ്ഞാൽ ദുനിയാവി നടക്കുവോ? പലചരക്കടക്കാരന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് 100 രൂപ കൊടുത്തിട്ട് 10 കിലോ അരി ബാക്കി വറക്കത്ത് കിട്ടുമെന്ന് അവൻ തരുവോ? ദുനിയാവിൽ ഇച്ചിരി നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് തന്നെ നടക്കും. അല്ലേ ആചാര്യ? അങ്ങനെ നടക്കുക. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ മോളെ വിഷയം? ആ സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഫാത്തിമ ഭാഗ്യവതിയാണ്. ഒരേ മനുഷ്യനെ നോക്കിയിട്ട് ഫാത്തിമ വിളിച്ചു, എന്റെ ഉപ്പാന്നും വിളിച്ചു, അള്ളാന്റെ തിരുദൂതരെ എന്നും വിളിച്ച ഇരട്ട പദവിക്കാരി. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
എന്റെ ഭർത്താവായ അലി സുന്നത്ത് നോമ്പാണ്. എന്റെ വീട്ടിൽ കഴിക്കാൻ ഒരു വീട് കാരക്ക പോലുമില്ല. അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ അടുക്കൽ 5 അടിമകളെ കിട്ടിയെന്നറിഞ്ഞു. അങ്ങയുടെ അടുക്കൽ 5 ആടിനെ കിട്ടിയെന്നറിഞ്ഞു. ഒരാടിനെ നിങ്ങൾക്ക് തരണേ നബിയേ. എന്റെ ഭർത്താവ് അതില്ലാത്ത വീട്ടിൽ വിശന്നിരിക്കുകയാ, നോമ്പും പിടിച്ച്. ഒരാടിനെ നിങ്ങൾക്ക് തരണേ ഉപ്പാ. ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്. അള്ളാന്റെ റസൂലിന് കാര്യം മനസ്സിലായി. തന്റെ പൊന്നുമോള് നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥമെന്താ? നാടിന് കൊടുത്തേ വിട്ടു. അവൾക്ക് ദിക്ർ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നല്ല കാര്യം വാക്കുകൊണ്ട് പറയേണ്ടതെന്തിനാ? അള്ളാന്റെ റസൂല് പറഞ്ഞ്, പൊന്നുമോളെ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, നിനക്ക് വേണമെങ്കിൽ 5 ആടിന് ഞാൻ നിനക്ക് തന്നേക്കാം. അതല്ലെങ്കിൽ നിനക്ക് ഞാൻ 5 ദിക്ർ പഠിപ്പിച്ചു തരാം ഫാത്തിമ. ആ ദിക്ർ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം എപ്പോഴും പതിവായിട്ട് വലിയ സ്വർഗത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും ഫാത്തിമ. ഫാത്തിമ തുറക്കപ്പെടും. നീ ചെല്ലുമ്പോഴേ സ്വർഗത്തിന്റെ വാതിൽ താനേ തുറക്കപ്പെടും. ഒന്നുകിൽ 5 ആടിനെ തരാം, അതല്ലെങ്കിൽ 5 ദിക്ർ പഠിപ്പിച്ചു തരാം. എന്താ വേണ്ടത്? എന്റെ ശബ്ദ ശ്രമിക്കാൻ ഇവിടെ എത്തിയവരെ, സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിന്നവരെ, ഫാത്തിമ ഇത് കേട്ടപ്പോ എല്ലാം മറന്നു, എല്ലാം മറന്നു, എല്ലാം മറന്നു. ഭർത്താവിനെ മറന്നു, വിശപ്പ് മറന്നു, നോമ്പ് മറന്നു, എന്തിനാണ് വന്നതെന്ന് മറന്നു, എന്താണ് പറഞ്ഞതെന്ന് മറന്നു. കൺമുമ്പിൽ പിന്നെ സ്വർഗം മാത്രം. അള്ളാന്റെ തിരുദൂതരെ, എനിക്ക് 5 ആടിനെ വേണ്ട, എനിക്ക് 5 ദിക്ർ മതിയാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞ്, ഫാത്തിമ പഠിച്ചുകൊള്ളുക. യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ ويا ذا القوة المتين ويا خير الرازقين ويا أرحم الراحمين. ഈ 5 ദിക്ർ പതിവായി 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം പറഞ്ഞു. എന്നാൽ ഇത് സ്വർഗത്തിന്റെ വാതിൽ നിന്നെ മുമ്പിൽ താനേ തുറക്കപ്പെടും ഫാത്തിമ. അള്ളാന്റെ റസൂൽ പറഞ്ഞപ്പോ സന്തോഷത്തോടെ ഫാത്തിമ ബീവി വീട്ടിലേക്ക് പോയി. ആ സമയത്താണ് വിശന്നിരിക്കുന്ന ഭർത്താവിനെ കാണുന്നത്. ആ ഭർത്താവിനോട് ചലി ചോദിച്ചു, ഫാത്തിമ ആട്ടിൻകുട്ടിയവിടെ? അപ്പോഴാണ് ഓർമ്മ വന്നത്, എന്തിനാണ് പോയത്, എന്തിനാണ് പോയത്? ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പാന്റെ അടുക്കൽ പോയി. ഉപ്പ എന്നോട് പറഞ്ഞ് 5 ആടിനെ തരാം, അതല്ലെങ്കിൽ 5 ദിക്ർ പഠിപ്പിച്ചു തരാം. ആ ദിക്ർ പറഞ്ഞ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഉപ്പാനോട് പറഞ്ഞെനിക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ദിക്ർ മതിയെന്ന്. ഞാൻ നിങ്ങളുടെ വശപ്പ് മറന്നുപോയി. ആരാ പറയുന്നത്? സഹോദരങ്ങളെ, അലി റളിയല്ലാഹു തആല ദേഷ്യപ്പെട്ടില്ല. അലിയെ പറഞ്ഞു, ഫാത്തിമ, നാളെ സ്വർഗത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറന്നാൽ മതിയോ? ആ വാതിലൂടെ ഞാനും വരണ്ടയോ നിന്റെ കൂടെ? അതുകൊണ്ട് ആ ദിക്ർ എനിക്ക് കൂടി പഠിപ്പിച്ചു തരിക. ഫാത്തിമ ബീവി സ്വന്തം ഭർത്താവിന് ആ ദിക്ർ പറഞ്ഞു കൊടുത്തു. മസ്ജിദുൻ നബവിയിലെ ബാങ്ക് മുടങ്ങി, പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറിച്ചിട്ട് അന്ന് കിടന്നുറങ്ങി ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ. അവരാണ് കുഞ്ഞാക്ക സൗദി അമാമത്തിൻ ഫീ ഐകതി മുതമത്തിഈന ബിസിഅത്തിൻ വശബാബി خلت الزمان بنا وفرق بيننا